ഓരോ ശ്വാസവും ഒരു വരദാനമാണ്. പക്ഷേ ലോക ജനസംഖ്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ശ്വാസോച്ഛ്വാസം എന്ന പ്രക്രിയ അത്ര സുഖകരമല്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപ്തി സന്തോഷ്, ഡോക്ടർ ദീപ്തിസ് ഹോമിയോപ്പതിക് ഹെൽത്ത് കെയർ പാലം. IHMA സ്പന്ദനം ഹെൽത്ത് ടോക്കിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മെയ് 7-ാം തീയതി ലോക ആസ്മ ദിനത്തിൽ ദീർഘകാലമായി ശ്വസന ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. നിങ്ങൾക്കറിയാമോ, ലോക ജനസംഖ്യയിൽ 300 മില്യൺ ആളുകളെ ആസ്മ ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തോത് അനുദിനം വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികളെ പ്രായമായവരെ പ്രായഭേദമില്ലാതെ ഈ അസുഖം പിടികൂടുന്നു. എന്തൊക്കെയാണ് ആസ്മ വരാനുള്ള കാരണങ്ങൾ? വായു മലിനീകരണം, അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ, പുക, മാനസിക സമ്മർദ്ദം, പാരമ്പര്യം, ചില തൊഴിലുകൾ, ഇവയൊക്കെ ആസ്മ വർധനവിന് കാരണമാണ്. ഈ ഘടകങ്ങളെ അറിഞ്ഞിരിക്കുന്നത് ആസ്മയുടെ ഫലപ്രദമായ നിയന്ത്രണത്തിന് സഹായകരമാണ്. ആസ്മ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റുക ബുദ്ധിമുട്ടാണെങ്കിലും അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഒഴിവാക്കിയും ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയും മരുന്നുകൾ കൊണ്ടും രോഗത്തെ വരുതിയിൽ നിർത്താവുന്നതാണ്. ഹോമിയോപ്പതി മരുന്നുകൾ രോഗിയുടെ ശാരീരിക, മാനസിക, വൈകാരിക പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് നൽകുന്നതും പ്രായഭേദമന്യേ ഏവർക്കും ഫലപ്രദവുമാണ്. കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന അലർജി പ്രശ്നങ്ങൾ ഹോമിയോ മരുന്നുകൊണ്ട് ചികിത്സിക്കുക വഴി ആസ്മ പോലുള്ള സങ്കീർണ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അവരെ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. മെയ് 7 ലോക ആസ്മ ദിനത്തിൽ ഈ അസുഖം മൂലം കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് രോഗനിയന്ത്രണത്തെക്കുറിച്ചുള്ള അവബോധവും മരുന്നുകളുടെ ഉപയോഗത്തെപ്പറ്റിയുള്ള അറിവും പ്രദാനം ചെയ്ത് അവരെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി നമുക്ക് പ്രയത്നിക്കാം.